എന്താ പറ? കൈലാഷ് സാറിനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഇങ്ങനെ പേടിക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഞാൻ ഒരിക്കലും കരുതിയില്ല. എനിക്കും അതിന്റെ കുറ്റബോധമുണ്ട്. പക്ഷേ തൽക്കാലം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പിറന്നാളിന്റെ അന്ന് കൈലാഷ് സാറിന് നല്ലൊരു സമ്മാനം വാങ്ങിക്കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക. അദ്ദേഹത്തിന് എന്ത് വാങ്ങിക്കൊടുക്കണമെന്ന് ആദ്യം ചിന്തിക്കാം. അദ്ദേഹത്തിന് ബൈക്ക് ഒരുപാട് ഇഷ്ടാ. രാത്രിയായാൽ അദ്ദേഹം ബൈക്കെടുത്ത് ചുറ്റാൻ പോവും. ആണോ? അത് നിനക്കെങ്ങനെ അറിയാം? കണക്ക് നോക്കി തല പെരുത്തപ്പോ ബൈക്കെടുത്ത് ഇറങ്ങിയതാ. ഇടയ്ക്ക് ഞാനിങ്ങനെ ബൈക്കെടുത്ത് എങ്ങോട്ട് നില്ലാതെ അങ്ങ് പോകും. അങ്ങനെ ഒരു സൂക്കേടുണ്ട് എനിക്ക്. എന്താ പാർവതി, എന്താ എന്തിനാ ബൈക്കിൽ നിന്ന് ഇറങ്ങി? റോക്കറ്റ് വിട്ട പോലെയല്ലേ സാർ ബൈക്ക് ഓടിക്കുന്നത്? അദ്ദേഹത്തിന് നമുക്ക് ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്താലോ? ബൈക്കോ? അദ്ദേഹം ഓടിക്കുന്ന പോലെ ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കണമെങ്കിലേ നമ്മളെല്ലാരും കൂടി ഒരു ലോൺ എടുക്കേണ്ടി വരും. അതെനിക്കും അറിയാം. ഞാൻ ശരിക്കുള്ള ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ ആ ബൈക്കിന്റെ രൂപത്തിലുള്ള ചെറിയൊരെണ്ണം വാങ്ങിയാ മതി. ഇത്രയും പ്രായമായ ഒരാൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാനാണോ നീ പറയുന്നത്? അദ്ദേഹത്തിന് അതെന്തായാലും ഇഷ്ടപ്പെടും പ്രിയഞ്ചേട്ടാ. ശരി, ജോലി കഴിഞ്ഞ് പോകുമ്പോ നമുക്ക് കടയിൽ കയറി നോക്കാം. വാ, ഭക്ഷണം എടുത്തിട്ട് വരാം. നടക്ക. മുക്ത, എന്താ ആന്റി? എല്ലാരും ലഞ്ച് കഴിക്ക. നീ എന്താ കഴിക്കാത്തത്? എനിക്ക് വിശപ്പ് തോന്നുന്നില്ല ആന്റി. അതെന്താ നിനക്ക് വിശപ്പില്ലാത്തത്? മോളെ, നീ ഈ കമ്പനിയുടെ വെറും ഒരു സ്റ്റാഫല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാ. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോളെ എന്നോട് തുറന്നു പറയാട്ടോ. അങ്ങനെയൊന്നും ഇല്ല ആന്റി. നുണ പറയണ്ട. കോൺഫറൻസ് ഹാളിൽ നടന്നതൊക്കെ എല്ലാം ഞാൻ കണ്ടു. അതാന്റി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ. നീ വീണ്ടും നുണ പറയാ. അരവിന്ദനെ നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നിനക്കത് നിന്റെ അമ്മയോട് പറഞ്ഞൂടെ? എനിക്കെതിരെ ആര് വന്ന് നിന്നാലും എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എതിർക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. പക്ഷേ എന്റെ മമ്മിയുടെ കാര്യം അങ്ങനെയല്ല. എനിക്കാകെയുള്ള ദൗർബല്യം എന്റെ മമ്മിയെ. മമ്മിയെ ധിക്കരിക്കാൻ എനിക്ക് സാധിക്കില്ല ആന്റി. മമ്മിയെ എതിർക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അരവിന്ദുമായുള്ള കല്യാണത്തിന് സമ്മതം മൂളിയത്. സത്യത്തിൽ എനിക്ക് അരവിന്ദനെ കണ്ണെടുത്താ കണ്ടൂടാ. മോളെ, കൈലാസിനെ പോലെ തന്നെ അരവിന്ദനെ നിനക്ക് കുട്ടിക്കാലം മുതൽ അറിയുന്നതല്ലേ? അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് കരുതി നിന്നോട് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്ത് കാണും. അത് തെറ്റൊക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം അവനെ വെറുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അവനെ കല്യാണം കഴിക്കുന്നതിൽ നിനക്കെന്താ പ്രശ്നം? വേണ്ട ആന്റി, അതിനെക്കുറിച്ച് ആന്റി എന്നോടൊന്നും ചോദിക്കരുത്. എന്താ, നീ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നോടെല്ലാം തുറന്നു പറഞ്ഞാ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നല്ലൊരു പെർഫോമൻസ് നടത്തിയ ആന്റിയെ എനിക്ക് എന്റെ സൈഡിലേക്ക് വലിക്കാൻ പറ്റും. നീ എന്താ ആലോചിക്കുന്നേ? ആന്റി, ഞാനൊരു കാര്യം പറഞ്ഞ എനിക്ക് കൈലാഷിനെ ഇഷ്ടം. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് കൈലാഷിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇതിനെക്കുറിച്ച് ആന്റിയോട് പറയാന്ന് കരുതിയപ്പോഴാ അവന്റെ കല്യാണം ഉടനെ നടത്തണമെന്ന് നിങ്ങൾ തീരുമാനിച്ചത്. അവന്റെ കല്യാണം നടക്കാൻ വേണ്ടി പോയ അമ്പലത്തിൽ വെച്ച് കഷ്ടകാലത്തിന് അവൻ ആ പാർവതിയെ കണ്ടു. ആ നിമിഷം മുതൽ ഇപ്പൊ വരെ എനിക്ക് കൈലാഷിനോട് എന്റെ ഇഷ്ടം പറയാൻ സാധിച്ചിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും കൈലാഷിനോട് ഇതിനെപ്പറ്റി സൂചിപ്പിക്കാൻ തുടങ്ങിയ കൈലാഷിന് പാർവതിയോടുള്ള പ്രണയത്തെക്കുറിച്ച് സംസാരിച്ച് എന്നെ ടോർച്ചർ ചെയ്യും. പാർവതിയെ പോലെ വെറും ഒരു അടിച്ചു വരുന്ന പെണ്ണിനോട് തോൽക്കേണ്ടി വരുന്നതിന്റെ വിഷമം
ആരോടും പങ്കുവെക്കാൻ പറ്റാതെ ഉള്ളിൽ നീറി നീറിയ ആന്റി ഞാൻ ജീവിക്കുന്നു.